നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ നല്ല ഹെവി ആയിട്ട് ലോഡഡ് ആയിട്ടുള്ള ബാഗുമായിട്ട് പോകുന്നതാണോ നമുക്ക് നല്ലത്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാക്കേജുമായിട്ട് പോകുന്നതാണോ നല്ലത്? നമ്മൾ എത്രമാത്രം വെയിറ്റ് നമ്മുടെ ബാഗിലേക്ക് ആഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ടഫായിരിക്കും നമ്മൾ യാത്ര ചെയ്യാൻ. അതുപോലെയാണ് നമ്മൾ ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതമാകുന്ന യാത്രയിലേക്ക് നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഏത് ലോകത്തേക്കും പറക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് കഴിഞ്ഞ പാസ്റ്റ് ലൈഫിൽ നമുക്കുണ്ടായിരിക്കുന്ന ദുരനുഭവം ഉണ്ടല്ലോ, നമ്മളെ ഹർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ, നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആളുകൾ, ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ള ആളുകൾ, അവരുമായിട്ട് ഫോർഗീവ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഫോർഗീവ് ചെയ്യാൻ പഠിച്ച് ആ ഫോർഗീവ്നെസ് ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ വളരെ സ്മൂത്തായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും നമ്മൾ എന്തൊക്കെയോ പിന്നിലേക്ക് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് എന്തൊക്കെയോ ദേഷ്യം, ആരോടൊക്കെയോ വൈരാഗ്യം, ഈ വൈരാഗ്യമൊക്കെ പലപ്പോഴും നമ്മൾ എക്സ്പ്രസ് ചെയ്യും. പല രീതിയിൽ പല സിറ്റുവേഷനിലായിരിക്കും നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ഓഫീസിലാവാം, ചിലപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറോടാവാം, ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലാവാം. അപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഈ ഉള്ള ദേഷ്യം ചിലപ്പോൾ പല ആളുകളെ കാണുമ്പോഴായിരിക്കും നമ്മൾ മൂഡ് ഔട്ട് ആവുന്നത്. അപ്പോൾ നമ്മളിത് നമ്മുടെ ബിസിനസ്സിനെയൊക്കെ അങ്ങ് ബാധിക്കും. അപ്പോൾ നമുക്ക് ആകെ ഇതിന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഫോർഗീവ്നെസ് ആണ്. ഇത് ഭയങ്കര ഷാർപ്പനായിട്ടുള്ളൊരു ടൂളാണ്. ലോകത്ത് ഫോർഗീവ്നെസ് ചെയ്യുന്ന ആളുകൾക്ക് എവിടെയും എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ അവരെയൊക്കെ അങ്ങ് ഫോർഗീവ് ചെയ്യും. അങ്ങനെ ഫോർഗീവ് ചെയ്താൽ നമുക്ക് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ അതിന് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും ഫസ്റ്റായിട്ടുള്ളൊരു കാര്യം അക്നോളജ് ദി പെയിൻ എന്നുള്ളതാണ്. നമ്മുടെ പെയിൻ എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ ഒരു ടൈം എടുക്കുമായിരിക്കും. കാരണം നമ്മുടെ പാസ്റ്റ് ലൈഫ് ഒന്ന് ഒബ്സർവ് ചെയ്യണം. എവിടെയെങ്കിലും പോയി സൈലൻ്റായിട്ട് ഇരുന്ന് ആ പെയിൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, അതിനെ ഒന്ന് അക്നോളജ് ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മൾ ആ പെയിൻ ഇടയാക്കിയ സന്ദർഭം ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. വൈ യു വേർ ഹർട്ട് എന്നുള്ളതിനെ കുറിച്ചൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മളെ അങ്ങനെ ഹർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്? ആ സിറ്റുവേഷൻ ഒന്ന് ഓർത്തെടുക്കണം. അത് കൃത്യമായിട്ടൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമ്മൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവൻ ആ ഒരു മുഹൂർത്തത്തിൽ നമ്മളടുത്ത് അങ്ങനെ സംസാരിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരെന്നെ ദേഷ്യപ്പെട്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരെന്നെ അടിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരെന്നെ കളിയാക്കി, ആ ഉണ്ടായിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ നമ്മളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഡിസിഷൻ എടുക്കണം. ഫോർഗീവ് ചെയ്യാനുള്ളൊരു ഡിസിഷൻ, സ്ട്രോങ് ഡിസിഷൻ. ആ ഡിസിഷൻ നമ്മൾ എടുത്തേ പറ്റും. ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒറ്റയ്ക്കിരുന്ന് ആങ്കർ ചെയ്യേണ്ടി വരും. നമ്മൾ നന്നായിട്ട് ദേഷ്യപ്പെടേണ്ടി വരും. ആരും കാണാതെ ഒരു അടച്ച മുറിയിൽ പോയിരുന്ന് ചിലപ്പോൾ നമ്മളോട് തന്നെ നന്നായിട്ട് അലറി വിളിച്ച് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ തീർത്ത് കളയുന്നത് ഭയങ്കര നല്ലതാണ്. ചില ആളുകൾ നമ്മൾ നന്നായിട്ട് ഹർട്ട് ചെയ്ത് നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സന്ദർഭത്തിൽ നമ്മൾ അവനോട് ക്ഷമിച്ചു എന്ന് ചുമ്മാ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കാണും. ചിലപ്പോൾ അങ്ങനെ ഉള്ളിൽ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വേദനയാണ്. നമ്മൾ എത്രമാത്രം അവൻ വേദനിപ്പിച്ചിട്ടുണ്ടോ ആ വേദന ആഴത്തിൽ പതിഞ്ഞിരിക്കുമായിരിക്കും. ആ പതിഞ്ഞിരിക്കുന്ന ആ വേദന മാറണമെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഇല്ലാത്ത ബീച്ച് സൈഡിലോ അല്ലെങ്കിൽ ആരുമില്ലാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ വീട്ടിലോ പോയിരുന്നിട്ട് അലറി വിളിച്ച് നമ്മൾ ആ ദേഷ്യത്തെ പെയിനെ കളയണം. അങ്ങനെ കളഞ്ഞാൽ നമുക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ അലറി വിളിച്ച് കരഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങിയാൽ അതൊരു ട്രീറ്റ്മെൻറ്റാണ്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അത് നല്ലതാണ്. നമ്മുടെ ലൈഫിന് ഭയങ്കരമായിട്ടുള്ള ഗുണം ചെയ്യും. അവനോടുള്ള ദേഷ്യം മൊത്തം നമ്മൾ കളഞ്ഞു, കരഞ്ഞ് അലറി വിളിച്ച് കളഞ്ഞു, നമ്മുടെ മാക്സിമം എഫോർട്ട് എടുത്ത് നമ്മൾ കളഞ്ഞു കഴിഞ്ഞു. അത് വലിയൊരു മൂമെൻ്റ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രസൻറ്റ് മൂമെൻറ്റിൽ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണം. പാസ്റ്റിനെ കളയണം. പാസ്റ്റിൽ ഇത്രയും എന്തൊക്കെ ദോഷകരമായിട്ട് നമ്മളെ ബാധിച്ചിട്ടുണ്ടോ അതിനെ മുഴുവൻ കളഞ്ഞ് പ്രസൻറ്റ് ലൈഫിൽ കൃത്യമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. ഇതെല്ലാം അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ആൾക്ക് നമ്മളെക്കുറിച്ചൊരു കെയർ, നമ്മുടെ ബോഡിയെക്കുറിച്ച്, നമ്മുടെ എന്ന് പറയുന്ന ബ്രെയിൻ എങ്ങനെ ആക്ട് ചെയ്യണം, ആ ആക്ട് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഫോർഗീവ് ചെയ്യുന്നതോടുകൂടി നമുക്ക് വരാൻ പോകുന്ന വലിയ അസുഖങ്ങൾ പോലും വരാതിരിക്കും. ഇമോഷൻസായിട്ട് നമ്മളാണ് കൊണ്ട് നടക്കുന്നത്. അവർ ചിലപ്പോൾ അത് മറന്നിട്ടുണ്ടാവും. നമ്മളെ അടിച്ച അല്ലെങ്കിൽ നമ്മളെ ഹർട്ട് ചെയ്തിട്ടുള്ള അവർ മറന്നിട്ടുണ്ടാവും. പക്ഷേ നമ്മളിപ്പോഴും മറക്കാതെ കൊണ്ട് നടക്കുന്ന കാലം നമ്മുടെ ബോഡിയെ, നമ്മുടെ ബ്രെയിനെ അത് വലിയ ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ കെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയെ നമുക്കിനി ഒന്നും വരാതിരിക്കാനുള്ള കെയർ നമുക്കുണ്ടാവണം.
വളരെ പേഷ്യൻ്റായിട്ട് നമ്മളോട് സമീപിക്കുക, വളരെ കൈൻഡായിട്ട് നമ്മളോട് സമീപിക്കുക, നമ്മളിൽ വിശ്വസിക്കുക എന്നുള്ളത്. നമ്മളെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോവുക, തീർച്ചയായും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഫോർഗീവ്നെസ് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് വളരെ സ്മൂത്തായിട്ട് ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കും. ആ ഫോർഗീവ്നെസ് അപ്ലൈ ചെയ്താൽ ആ ലൈഫ് ഹാപ്പി ആയിട്ട് പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. നമ്മൾ വളരെ ക്ഷമയോടുകൂടി, വളരെ കരുണയോടുകൂടി നമ്മളെ സമീപിക്കുക. നമ്മളെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് വിജയിക്കാൻ പറ്റും, സക്സസ്ഫുൾ ആകാൻ പറ്റും. അങ്ങനെ സക്സസ്ഫുൾ ആവണമെങ്കിൽ ലൈഫിൽ ഫോർഗീവ്നെസ് അപ്ലൈ ചെയ്തേ പറ്റും. അത് ഒരു ടൂളായിട്ട് കണ്ട് നമ്മുടെ ബോഡിയെ, നമ്മുടെ ബ്രെയിനെ പ്രസൻറ്റ് മൂമെൻറ്റിൽ ഫോക്കസ് ചെയ്യണം. നമ്മുടെ മൈൻഡിനെ, നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മുടെ സക്സസ്സിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്ത് പറ്റും. ഇത് ഒരു ഗ്രേറ്റ് ടൂളാണ്. നമ്മൾ ഖുർആൻ എടുത്ത് നോക്കിയാലും, ഭഗവത്ഗീത എടുത്ത് നോക്കിയാലും, ബൈബിൾ എടുത്ത് കൊടുത്താലും ഇതിനകത്തൊക്കെ തന്നെ ഫോർഗീവ്നെസ്സിനെ കുറിച്ച് വളരെ ആഴത്തിൽ പറയുന്നുണ്ട്. നമ്മൾ വലിയ രീതിയിൽ ഇപ്പം പല ലേഡീസായിട്ടുള്ള ആളുകൾ പല പീഡനത്തിനിരയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ പല ആളുകൾ അവരുടെ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ കൊന്നിട്ടുള്ള ആളുകളുടെ പ്രതികാരദാഹമായിട്ട് നടന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഒരു ലൈഫ് മുഴുവൻ ഇങ്ങനെ ആഴത്തിൽ നടക്കുന്ന ആളുകളുണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ അവർക്കൊക്കെ അവരുടെ പ്രതികാരദാഹവുമായിട്ട് അവരുടെ സ്വന്തം ലൈഫ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരാളുടെ അടുത്തും പ്രതികാരം ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ പാസ്റ്റിൽ എന്തൊക്കെ തരത്തിലുള്ള നൊമ്പരങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ നൊമ്പരത്തെ ഫോർഗീവ് ചെയ്യാനുള്ളൊരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. ചിലവർക്ക് ഒരു കാരണവശാലും സാധിക്കാത്ത കാര്യമാണ്. പലരുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ട് ഫോർഗീവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. സ്വന്തം ഭർത്താവിനോട് പോലും ഭാര്യ ചെറിയൊരു മാറ്ററിന് പോലും ഫോർഗീവ് ചെയ്യാത്ത ആളുകളുണ്ട്. അച്ഛനമ്മമാരോട് കുട്ടികൾ ഫോർഗീവ് ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. അച്ഛൻ എൻ്റെ അടുത്ത് ഇത് ചെയ്തു, അച്ഛൻ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, അമ്മ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ഒന്നും തന്നെ ഓർക്കാതെ ഒരു ചെറിയൊരു മൊമെൻറ്റ്സിൽ പിണങ്ങിയിട്ടുള്ളത് എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല, എനിക്കൊരു ക്ഷമ കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് ഹർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് മൂമെൻറ്റിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ, ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ ട്രൂലി വളരെ പേഷ്യൻ്റോടുകൂടി നമ്മൾ കരുണയുള്ളവനായി ക്ഷമാപൂർവ്വം നമുക്ക് ഫോർഗീവ്നെസ് അപ്ലൈ ചെയ്താൽ നമുക്ക് തീർച്ചയായും വിജയിക്കും. നമ്മൾ ഒരാൾക്ക് ക്ഷമ കൊടുക്കുന്നത് അവർക്ക് ഗുണകരമാവാൻ വേണ്ടിയല്ല, മറിച്ച് നമുക്ക് വേണ്ടിയാണ്. നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ള ആളുകൾക്ക് നമ്മൾ മനസ്സുകൊണ്ട് ക്ഷമ കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ബ്രെയിനും നമ്മുടെ ഹെൽത്തുമാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അവർക്ക് അല്ല അതിൻ്റെ ഗുണം ഉണ്ടാവുന്നത്. ഞാൻ നിന്നെ ക്ഷമിച്ചു, അല്ലെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമ പറഞ്ഞു, നിനക്ക് ഓക്കെ അല്ലേ? അപ്പോൾ ക്ഷമ പറഞ്ഞത് അവന് കേട്ടതുകൊണ്ട് അവനൊരു ഗുണം ഉണ്ടാവത്തില്ല. അവനത് ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, എന്നെ അവർ ക്ഷമിച്ചല്ലോ എന്നൊക്കെ. പക്ഷേ ക്ഷമ പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ചുമ്മാ ഞാൻ സോറി, അല്ലെങ്കിൽ ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ചുമ്മാ ക്ഷമ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ അവനോട് പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവനോടുള്ള വൈരാഗ്യം വെച്ച് കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യം, എല്ലാം പൂർണ്ണമായിട്ട് അവിടെ വെച്ച് കളഞ്ഞിരിക്കണം. പാസ്റ്റിൽ ഹർട്ട് ചെയ്തിട്ടുള്ള എല്ലാ നൊമ്പരങ്ങളും ഒന്ന് കളഞ്ഞ് ആരുമായിട്ടും ഒരു പിണക്കവും ഇല്ലാതെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ നമ്മളില്ലേ ബലൂൺ ഇങ്ങനെ പറത്തി വിടുന്ന പോലെ പറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനകത്ത് വെയിറ്റ് കല്ല് തൂങ്ങിക്കിടക്കുന്ന പോലെ അതിനകത്ത് താഴോട്ട് വീഴും. ഇങ്ങനെ നമ്മൾ മേലോട്ട് പറന്ന് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ച് നമുക്ക് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഫോർഗീവ്നെസ് ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് സാധിക്കും.